നവകേരള സൃഷ്ടിക്കായുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് പ്രധാന വിലങ്ങുതടിയാകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളാണ്. തനത് നികുതി വരുമാനത്തിലും ആഭ്യന്തര ഉൽപ്പാദനത്തിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്കായിട്ടുണ്ട്. എന്നിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുകയാണ്. ഈ ദുർനയങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ട പ്രതിപക്ഷം ജനവിരുദ്ധ പക്ഷത്തു നിന്ന് സർക്കാരിനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നു. 15ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾ പ്രകാരം കേരളത്തിന് ആഭ്യന്തര വരുമാനത്തിൻ്റെ 3% നിബന്ധനകളില്ലാതെയും 0.5% വൈദ്യുത മേഖലയിലെ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിന് വിധേയമായും വായ്പയെടുക്കാവുന്നതാണ്. എന്നാൽ സ്വതന്ത്ര സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി കേരളത്തിൻ്റെ വായ്പാ പരിധി 2021-22 മുതൽ മുൻകാല പ്രാബല്യത്തോടെ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു. സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ പ്രധാന സ്രോതസ്സാണ് കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതവും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെയുള്ള വിഭവ കൈമാറ്റവും. സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് നൽകേണ്ട നികുതി വിഭവങ്ങളുടെ അനുപാതം 14ാം ധനകാര്യ കമ്മീഷനിൽ 42%. 15ാം ധനകാര്യ കമ്മീഷൻ്റെ കാലയളവിൽ 41% കുറഞ്ഞു. അതിനു പുറമെ സെസ്സും സർചാർജും സംസ്ഥാനങ്ങളുമായി വിഭജിക്കേണ്ടതില്ലാത്തതിനാൽ കേന്ദ്ര വരുമാനത്തിൻ്റെ 1/3 സെസ്സും സർചാർജുമായി മാറി. ധനകാര്യ കമ്മീഷൻ്റെ പരിഗണനാ വിഷയങ്ങളിലും മാനദണ്ഡങ്ങളിലും കൈകടത്തി കേരളത്തിന് ലഭിക്കേണ്ട അർഹതപ്പെട്ട തുക നിഷേധിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ സമീപനം.